എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ആനന്ദരഥി സെക്യൂരിറ്റീസിലെ കമ്പനി ചീഫായ സീനിയർ ഇക്വിറ്റി റിസർച്ച് മാനേജറായ ജിഗറസ് പാട്ടീൽ പുള്ളിക്കാരൻ അടുത്ത 2-3 ആഴ്ചയ്ക്കിടയിൽ, അതായത് ഷോർട്ട് ടേമിലേക്ക് വില വർദ്ധിക്കുന്ന ഒരു 3 സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 29 ലൈവ് മിൻറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ആനന്ദരഥി സെക്യൂരിറ്റീസിൻ്റെ സീനിയർ മാനേജർ ഓഫ് ഇക്വിറ്റി റിസർച്ചായ ജിഗറസ് പാട്ടീൽ ഹ്രസ്വകാല നിക്ഷേപത്തിന്, അതായത് 2-3 ആഴ്ചയ്ക്ക് അനുയോജ്യമായ 3 ഓഹരികൾ അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിലിലേക്ക് ഒന്ന് പോവാം. ആദ്യത്തെ കമ്പനി അദ്ദേഹം പറയുന്നത് ലാഴ്സൺ ആൻഡ് ടൂബ്രോ ആണ്, അതായത് LNT. ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ്, നിർമ്മാണ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. റോഡുകൾ, പാലങ്ങൾ, മെട്രോ, ഊർജ പദ്ധതികൾ, പ്രതിരോധം എന്നിവയിലെല്ലാം ഈ കമ്പനിക്ക് ശക്തമായൊരു സാന്നിധ്യമുണ്ട്. അദ്ദേഹം ഇതിലൊരു ഹ്രസ്വകാല വളർച്ചാ സാധ്യത കാണുന്നു എന്ന് പറയുന്നത്, അതായത് വിപണി അസ്ഥിരതയ്ക്കിടയിലും LNT അതിൻ്റെ ശക്തമായ ഫണ്ടമെൻ്റൽസും, അതായത് നല്ല ഓർഡർ ബുക്കും സർക്കാർ പദ്ധതികളിൽ പങ്കാളിത്തം കൊണ്ട് ഹ്രസ്വകാലത്തിന് നേട്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ LNT എന്ന് പറയുന്ന സ്റ്റോക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുകൂടാതെ വോള്യവും കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ RSI ട്രെൻഡ് ലൈൻ മറികടന്നിട്ടുണ്ട്. അതുകൂടാതെ MACD 0 ലൈന് മുകളിലാണ് ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ നൽകി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് ലോങ് പൊസിഷൻ എടുക്കേണ്ട ആ റേറ്റ് 3700-3730 എന്ന ലെവലിലാണ് അദ്ദേഹം പറയുന്നത്. ടാർജറ്റും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 4050 ടാർജറ്റ് പറഞ്ഞത്. സ്റ്റോപ്പ് ലോസും 3575 സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നാണ്. ഈ ബാങ്കിന് വിപുലമായ ശാഖാ ശൃംഖലയും ശക്തമായ ബാലൻസ് ഷീറ്റും ഉണ്ട്. അതുകൂടാതെ PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു വൻ ബ്രേക്ക് ഔട്ട് ഉണ്ടായതിനാൽ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് അതൊരു അപ്സൈഡിലേക്ക് ഒരു ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ വീക്കിലി ടൈം ഫ്രെയിം എടുത്താൽ 50 പീരീഡ് EMIക്ക് മുകളിൽ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അതൊരു കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷമാണ് ശക്തമായ വോള്യത്തോടു കൂടി വലിയൊരു ബ്രേക്ക് ഔട്ട് നൽകിയെന്ന് പറയുന്നത്. അതുകൂടാതെ വീക്കിലി RSI 60 മുകളിൽ നിൽക്കുന്നുണ്ട്. MACD ഒരു ബുള്ളിഷ് ക്രോസ് ഓവറും നൽകിയാണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാങ്ക് ഓഫ് ബറോഡ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്, അതായത് 244 ആ റേഞ്ച് വരെ ഇത് മേടിക്കാമെന്നും 235 സ്റ്റോപ്പ് ലോസ് ഇടണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ടാർജറ്റ് പറയുന്നത് 271. അടുത്ത സ്റ്റോക്ക് അദ്ദേഹം പറയുന്നത് അനന്തരാജാണ്. അനന്തരാജ് ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ക്ലൗഡ് സേവന കമ്പനിയാണ്. 2026-27 ഡാറ്റാ സെൻറ്റർ ക്ലൗഡ് സേവന വിഭാഗത്തിൽ നിന്ന് 1200 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. 2031-32 ഈ വരുമാനം 8870 കോടി രൂപയിലേക്ക്, അതായത് $1 ബില്യൺ വളരുമെന്നാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ ഒരു പ്രതീക്ഷ. അതായത് വീക്കിലി ടൈം ഫ്രെയിമിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 50 പീരീഡ് EMIക്ക് ആ റേഞ്ചിൽ ഇത് കൺസോളിഡേറ്റ് ചെയ്ത ശേഷം ശക്തമായ വോള്യത്തോടെ വലിയൊരു ബ്രേക്ക് ഔട്ട് നൽകിയെന്ന് പറയുന്നു. അതുകൂടാതെ വീക്കിലി RSI നോക്കുമ്പോൾ 60 മുകളിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ MACD ബുള്ളിഷ് ക്രോസ് ഓവറും നൽകിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏകദേശം 640 ആ റേഞ്ചിൽ ഒക്കെ മേടിക്കാമെന്നും സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് 570 പരിപാലിക്കണമെന്നും പറയുന്നുണ്ട്. ഏകദേശം 840 അദ്ദേഹം അപ്സൈഡ് ടാർജറ്റ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ചില വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റകൾ വെച്ചിട്ടുള്ള ഒരു അവലോകനമാണ്. ഇതൊരു ബൈ ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ റിസ്ക്കുള്ള ഒരു മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുക. അതുകൂടാതെ ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങളുടേതായ അനലൈസറുമായോ ബ്രോക്കറേജുമായോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ബൈ സൈഡിലേക്ക് പോകാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.